കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് മൂകാംബിക അമ്പലത്തിലെ മേൽശാന്തിയായിട്ടുള്ള സുബ്രഹ്മണ്യ അടിക, അദ്ദേഹത്തിന്റെ പേരെങ്ങനെയാണ്, സുബ്രഹ്മണ്യ അടിക മോഹൻലാൽ മൂകാംബികയിൽ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉള്ളൊരു വിഷ്വൽ എടുത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കമന്റ് ബോക്സ് ഞാൻ നോക്കാൻ നേരത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് കുറച്ച് കമന്റ് ഇട്ടിട്ടുണ്ട്. അതിനകത്തൊരു കമന്റ് മതപ്പൊട്ടൻ എന്നുള്ള രീതിയിലൊരു കമന്റാണ്. കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, മോഹൻലാൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ, മോഹൻലാൽ ഏതെങ്കിലും വിശ്വാസപരമായിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, മോഹൻലാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രത്തിൽ ഒരു ആചാരം ചെയ്തു കഴിഞ്ഞാൽ ഈ കമന്റ് ബോക്സ് വന്നിട്ട് അന്ധവിശ്വാസി, ഏത് കാലത്താണ് മോഹൻലാൽ ജീവിക്കുന്നത്, ഇതുപോലെ മതപ്പൊട്ടൻ എന്നുള്ള രീതിയിൽ കുറെ കമന്റുകൾ വരാറുണ്ട്. അതേസമയം ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, മമ്മൂട്ടിയുടെ മതവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ ഒരു പള്ളിയിൽ പോയി പള്ളിയിലെ ഒരു മതം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം എന്നുള്ള രീതിയിൽ ആൾക്കാർ ഷെയർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കമന്റ് ബോക്സ് ഭയങ്കര പോസിറ്റീവും. നേരെ ഓപ്പോസിറ്റ്, മോഹൻലാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ, മോഹൻലാൽ ഏതെങ്കിലും ഒരു മതപരമായ രീതിയിലൊരു വിശ്വാസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മോഹൻലാലിനെ മതപ്പൊട്ടൻ എന്നുള്ള രീതിയിൽ വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനെ കൃത്യമായ രീതിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ ചില ആൾക്കാർ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇന്നത്തെ കോണ്ടന്റ് എന്ന് പറയുന്നത്, ഇത് തന്നെയാണ് ഇന്നത്തെ വിഷയം. ഞാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പല ആൾക്കാർ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് സംസാരിക്കുന്നത്. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മോഹൻലാലിനെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയൊന്നുമില്ല, വർഷങ്ങളായിട്ട് മോഹൻലാലിൻ്റെ സിനിമകൾ കണ്ട് ആസ്വദിച്ച് പോകുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് വ്യക്തിപരമായി മോഹൻലാലിനെ വലിയ ഇഷ്ടമാണ്. ഞാൻ ഈ മോഹൻലാലിൻ്റെ ലാസ്റ്റ് 2 സിനിമ, എമ്പുരാനാണെങ്കിലും തുടരുവാണെങ്കിൽ ഫസ്റ്റ് ഷോ പോയി കണ്ട ഒരാളാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ ബിഗ് സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ എമ്പുരാനേക്കാൾ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെട്ടത് തുടരും എന്ന് പറയുന്ന സിനിമയാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ നമ്മൾ എങ്ങനെയാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതേ മാതൃകയിൽ സ്ക്രീനിൽ കാണാൻ പറ്റിയ എന്നുള്ളത് തന്നെയാണ് തുടരും സിനിമയുടെ. ഈ മോഹൻലാലിൻ്റെ ഓഡിയൻസിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ മോഹൻലാലിൻ്റെ നല്ലൊരു സിനിമ ഒരു പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇന്നും അവരുടെ ഹൗസ്ഫുള്ളാണ്. വീട്ടിലെ അപ്പാപ്പന്മാരും അമ്മാവന്മാരും എല്ലാം സിനിമ കാണാൻ തിയേറ്ററിൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മലയാളികൾക്ക് ഒന്നടങ്കം പ്രായ വ്യത്യാസമില്ലാതെ ഇഷ്ടമുള്ളൊരു നടനും കൂടിയാണ്. എന്നാൽ ചില ആൾക്കാർ മനഃപൂർവ്വം മോഹൻലാൽ എന്ന് പറയുന്ന നടനെ മനഃപൂർവ്വം ആക്ഷേപിക്കാൻ ഇന്നത്തെ കാലത്ത് മുമ്പോട്ട് വരുന്നതായിട്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് സിനിമയിലാണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും. ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, പക്ഷേ മോഹൻലാലിൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കയറി പലരും ഡയലോഗ് അടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ മോഹൻലാലിൻ്റെ വിശ്വാസം, മോഹൻലാലിന് അമ്പലത്തിൽ പോകാൻ വലിയ താല്പര്യമുള്ള ആളാണ്, മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, വ്യക്തമായ രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. മോഹൻലാൽ ശബരിമലയിൽ പോയാൽ ഇവിടെ വിവാദം ഉണ്ടാക്കും. മോഹൻലാൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ വിവാദം ഉണ്ടാക്കും. മോഹൻലാൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി അവിടുത്തെ ആചാരം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിവാദം ഉണ്ടാക്കും. ഇതിനകത്ത് കുറച്ച് കമൻറ്റുകളുണ്ട്, ഞാൻ ആ കമൻറ്റ് ഇവിടുന്ന് ആദ്യമേ ആഡ് ചെയ്ത് വിടാം. ഇതിനകത്ത് വന്നിട്ടുള്ള കമൻറ്റുകൾ ഇങ്ങനെയാണ്: അന്ധവിശ്വാസിയാണ് മോഹൻലാൽ, ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മോഹൻലാൽ അന്ധവിശ്വാസിയാണ്, മോഹൻലാലിൻ്റെ ദേഹത്ത് ബാധ കയറിയോ, ഒഴിപ്പിക്കാൻ ഇമ്മണി പാടുപെടും എന്നുള്ള രീതിയിൽ കമൻറ്റ്, ഇയാൾക്ക് ഇപ്പോഴും നേരം വെളുത്തില്ല എന്നുള്ള രീതിയിൽ കമൻറ്റ്, മതപ്പൊട്ടൻ എന്നുള്ള രീതിയിലാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഒരു കാര്യം, മോഹൻലാലിനെ വിമർശിക്കുന്നതോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് മതം ഫോളോ ചെയ്യാനും മതം ഫോളോ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ട്. നിങ്ങൾക്ക് മതം ഫോളോ ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, മറ്റൊരു മതത്തിൽ പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്നാൽ മറ്റൊരാൾ മതം ഫോളോ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ശല്യമില്ലാതെ, മറ്റൊരാളെ ആക്രമിക്കാതെ, ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാതെ, സൊസൈറ്റിക്ക് നാശം ഉണ്ടാക്കാതെ, ഒരാൾ ഒരു റൂമിലിരുന്ന് അയാളുടെ വ്യക്തിപരമായ രീതിയിൽ ഒരു മതം ഫോളോ ചെയ്യാൻ നേരത്ത് അവിടെ പോയി മതപ്പൊട്ടെന്നും അവിടെ പോയി അന്ധവിശ്വാസത്തെ വിളിക്കാൻ ഒരുത്തിനും ഇവിടെ അവകാശമില്ല. ഒരുത്തിനും ഇവിടെ അവകാശമില്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, ഒരുത്തിൻ്റെയും അച്ഛൻ്റെ വകയൊന്നുമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. അത് എൻ്റെ ആയാലും മോഹൻലാലിൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും എല്ലാവരുടെയും തുല്യ പങ്കാളിത്തമാണ് ഇന്ത്യക്കുള്ളത്. ഈ നാട്ടിലെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരാൾക്ക് മതം ഫോളോ ചെയ്യാം. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ മോഹൻലാൽ ഇല്ലാതാക്കാത്ത പക്ഷം മോഹൻലാലിന് ഈ നാട്ടിൽ മതം ഫോളോ ചെയ്യാം. എന്താ സംശയം? ആർക്കാണ് സംശയം? അത് കുറേ ആൾക്കാർ ഞാനെന്തോ വലിയ സംഭവമാണ് തെളിയിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ മതം എന്തോ വലിയ സംഭവമാണ് തെളിയിക്കാനും മോഹൻലാലിൻ്റെ പിന്നാലെ പോയിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി മതപ്പൊട്ടൻ എന്നൊക്കെ ഡയലോഗ് എടുക്കും. ഈ മാതിരി പ്രൊഫൈലൊക്കെ കയറി നോക്കാൻ നേരത്ത് കോമഡിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പക്ഷേ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല ആ പ്രൊഫൈലുകളും. ഈ പരിപാടി ഇന്നലെ തുടങ്ങിയൊന്നുമല്ല, കുറേ നാളായിട്ട് തുടങ്ങിയിട്ട് വരികയാണ്. മോഹൻലാൽ അപ്പർ കാസ്റ്റിൻ്റെ പരിപാടി ചെയ്യത്തുള്ളൂ, അപ്പർ കാസ്റ്റിൻ്റെ ക്യാരക്ടർ ചെയ്യത്തുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ സിനിമയിലുണ്ട്, സിനിമയുടെ പുറത്തുണ്ട്. മോഹൻലാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ, മോഹൻലാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, മോഹൻലാൽ പ്രധാനമന്ത്രിയായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമന്ത്രിക്ക് ഒരു കത്ത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്തോ വലിയ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ്. മോഹൻലാൽ കത്ത് എഴുതുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ്. അതുപോലെ തന്നെ മോഹൻലാൽ ആർമി യൂണിഫോമിൽ കാണാനായിട്ട് പല ആൾക്കാർക്ക് ഭയങ്കര ചൊറിച്ചില്ല. എന്തിന്? ഇന്ത്യയിലെ ടെറിട്ടോറിയൽ ആർമി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി മോഹൻലാലിന് ലെഫ്റ്റനന്റ് കേണൽ എന്ന് പറഞ്ഞൊരു പദവി കൊടുത്തു. ഇവിടെ കുറേ ആൾക്കാർ അത് കാണാനായിട്ട് ഭയങ്കര ചൊറിച്ചിലായി. ഈ ചൂരൽമലയിൽ മോഹൻലാൽ വന്നിട്ടുണ്ട്. അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ആത്മബലം നൽകുന്നതിന് വേണ്ടിയാണ് മോഹൻലാലിനെ പോലെ ആൾക്കാർ അവിടെ വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാകാത്ത കുറേ ആൾക്കാർ മോഹൻലാലിനെ കാണാൻ ഇത്തങ്ങ് ചോദിച്ചില്ല, മോഹൻലാലിൻ്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചു പിടിക്കണം, അത് വേണം ഇത് വേണം, മോഹൻലാൽ അതാണോ ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇറങ്ങി ഡയലോഗ് അടിക്കുക. എന്ത് കാര്യം പോലെ കുറേ കലാപരിപാടി നമ്മുടെ സിനിമാ മേഖലയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട്. മോഹൻലാലിനെ പിന്നാലെ നടത്തി ഇതുപോലെ ആൾക്കാർ ഡയലോഗ് അടിക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത് വളരെ സിമ്പിളായിട്ടൊരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ മതമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ മതമുണ്ട്, മോഹൻലാലിൻ്റെ വിശ്വാസമുണ്ട്.
മനസ്സിലായില്ലേ? ഇത് ഇവിടെ ഒരുത്തൻ്റെ അച്ഛൻ്റെ വകയൊന്നുമല്ല ഇന്ത്യ. അപ്പം നിങ്ങളുടെ വിശ്വാസം മാത്രം അങ്ങ് ഉയർത്തിക്കൊണ്ട് നടക്കണമെന്നും നിങ്ങൾ വിശ്വസിക്കാത്തൊന്നും മോഹൻലാൽ വിശ്വസിക്കരുതെന്നൊന്നും പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇവിടെ ഒരുത്തനും ഇല്ല. മനസ്സിലായില്ലേ? വ്യക്തമല്ലേ? മനസ്സിലായി? മോഹൻലാലിനെ കയറി മതപ്പെട്ടെന്ന് വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മതം ഏതാണെന്നും എന്താണ് അതിൻ്റെ വിശ്വാസമെന്നും ബാക്കിയുള്ള ആൾക്കാർ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നതെന്നും ഒന്ന് മനസ്സിലാക്കിയിട്ട് ഡയലോഗ് അടിക്കുന്നതായിരിക്കും നല്ലത്. ഇനി മതമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. മറ്റൊരാൾക്ക് ഇവിടെ മതം പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ മതം വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഈ ലോകം മുഴുവൻ പോകണമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബാക്കി ഒരാൾക്കൊരു ശല്യം ഉണ്ടാക്കാത്ത പക്ഷം ഒരു സൈഡിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന മോഹൻലാലിനെ കയറി മതപ്പൊട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും പ്രതികരിക്കും, ഇനിയും പ്രതിഷേധിക്കും. ഒരു കാര്യമില്ലാതെ ഒരു വ്യക്തിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് മൂകാംബിക അമ്പലത്തിലെ മേൽശാന്തി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടാൻ നേരത്തെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഇങ്ങനെ കടന്ന് കൂവേണ്ട കരയേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് മതപ്പൊട്ടെന്ന് മോഹൻലാലിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മമ്മൂട്ടി മതം ഫോളോ ചെയ്യാൻ നേരത്തില്ലാത്ത ഒരു ബുദ്ധിമുട്ടും മോഹൻലാൽ മതം ഫോളോ ചെയ്യാൻ നേരത്തെ ഇവിടെ വേണ്ട. വളരെ കൃത്യമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. മമ്മൂട്ടി ചെയ്യുമ്പോൾ ആഹോ, മോഹൻലാൽ ചെയ്യുമ്പോൾ ഓഹോ എന്നെടുക്കേണ്ട കാര്യമൊന്നുമില്ല. രണ്ടുപേരും ഫോളോ ചെയ്യുന്ന മതമാണ്. അതിനകത്ത് ഓരോ വിശ്വാസമുണ്ട്, ഓരോ ആചാരമുണ്ട്. അത് മോഹൻലാലിന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി മതപ്പൊട്ടൻ, ഇയാൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നൊന്നും ചോദിക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു കമൻറ്റ് നിങ്ങൾ ഇടുക.